അവിടെ ആദ്യത്തെ ദിവസം ഒരു ബോക്സേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാമത്തെ ദിവസം വേറൊരു ബോക്സ് ഉണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഈ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രേതബാധ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയം തോന്നുകയാണ്. കാരണം അവിടുത്തെ പിന്നെ CCTVയിലൂടെ ഒരാളിങ്ങനെ മറഞ്ഞു പോകുന്ന കണ്ടു. അത് വ്യക്തമല്ല. ഇങ്ങനെയൊക്കെ ഒരു പ്രിൻസിപ്പളും സൂപ്രണ്ടും കൂടെ വന്ന് പറയുക. നമ്മളിപ്പോൾ ഒരു CCTVയിൽ ഒരു സാധനം കണ്ടാൽ അത് പൂർണ്ണമായും അത് നോക്കണ്ടേ. അപ്പോൾ പറയുന്നത് 200 ചില്ലാനും CCTV ഉണ്ട്. 200 ചില്ലാനും വേണ്ട, ആ കണ്ട CCTV നോക്കി അത് ആൾ വ്യക്തമായിട്ട് ഇത് തന്നെയാണോ അല്ലെങ്കിൽ ആളുടെ വ്യക്തത ഉണ്ടോ എന്ന് പറയാൻ പോലും അവർ കഴിയുന്നില്ല. അത് മാത്രമല്ല, ഈ ഉപകരണം, അതായത് മോസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണമാണ് കാണാതായെന്ന് പറയുന്നത്, അതവിടെ ഉണ്ടെന്ന് പറയുന്നു. ആദ്യത്തെ ഇൻസ്പെക്ഷന് അവിടെ അകത്തേ കയറിയില്ല. അകത്ത് കയറാതെ തന്നെ ഇങ്ങനെ ഇന്ന് സാധനം കാണാനില്ല എന്ന് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയെന്നാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത്. അത് കേട്ടിട്ടാണ് നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെ ഒരു ഉപകരണം കാണാനില്ല, അത് വലിയ ഗുരുതരമായ കുഴപ്പമാണ്, 20 ലക്ഷം രൂപയുടെ സാധനമാണ്, അത് കാണാനില്ല എന്ന് പറഞ്ഞു. ഇതിനു വേണ്ടി രണ്ടാമതൊരു ഇൻസ്പെക്ഷൻ നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലാണ്. അദ്ദേഹം ആർക്കാണോ താക്കോൽ ഏൽപ്പിച്ചത് ആ ആളിൻ്റെ താക്കോൽ മേടിച്ചിട്ട്, കയ്യിൽ നിന്ന് താക്കോൽ മേടിച്ചിട്ട് ഇത് പരിശോധിക്കുകയാണ്. അപ്പോൾ അവിടെ കാണുന്നു ഈ മോസിലോസ്കോപ്പ് അവിടെ ഉണ്ട് എന്ന്. അപ്പോൾ തൃപ്തിയായി. പിന്നെ മൂന്നാമതൊരു ഇൻസ്പെക്ഷൻ വീണ്ടും നടത്തുകയാണ്. ആ ഇൻസ്പെക്ഷനിൽ ഇത് മാത്രമല്ല, വേറൊരു പെട്ടിയും അവിടെ ഇരിക്കുന്നു, അതിൻ്റെ പുറത്ത് ഒരു ബില്ലും ഇരിക്കുന്നു. അതിനകത്ത് നോക്കിയപ്പോഴാണ് അത് വേറെ ഒരു ഉപകരണമാണ്, അതിൻ്റെ പേര് നെഫ്രോസ്കോപ്പ് എന്നുള്ളതാണ്. അത് വളരെ വിചിത്രമായ കാര്യം, ഈ പ്രിൻസിപ്പളിന് ഈ പേര് പോലും പറയാൻ പറ്റുന്നില്ല. എന്തോ ഒരു ഉപകരണം അതെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഡോക്ടറല്ല, കമ്പൗണ്ടർ ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് 2 പ്രാവശ്യം ഈ നെഫ്രോസ്കോപ്പ് എന്ന് നമുക്കൊക്കെ ഇത് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടർക്ക് ഇത് പറയാൻ പറ്റുന്നില്ല എന്ന് ഞാൻ അതിശയിച്ചു പോവാണ്. ഇൻ്റർവ്യൂവിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഈ പിന്നെ പത്രസമ്മേളനത്തിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം സഹപ്രവർത്തകനായ വേറൊരു ഡോക്ടറോട് ചോദിക്കുകയാണ്, അതിൻ്റെ പേരെന്താ, എനിക്ക് മനസ്സിലായില്ല, പേര് ഇതൊരു നാടകം കളിക്കുന്ന പോലെയാണ് അദ്ദേഹം ഇത് ചെയ്തതെന്നാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെയും മൊത്തം പ്രസൻറ്റേഷനും അദ്ദേഹം ഒരുപാട് സംശയങ്ങൾ പൊതുസമൂഹത്തിന് നൽകുന്ന വിധത്തിലാണ് ചെയ്തത്.